ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മളെല്ലാവരും തിരയണത് കുറഞ്ഞ വിലയ്ക്കുള്ള സ്ഥലങ്ങളല്ലേ. അത് കുറച്ച് കൂടുതലുണ്ടെങ്കിലും അങ്ങോട്ട് അടിപൊളിയാവും, അതും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് സെൻറ്റിന് വെറും 10,000 രൂപ വരെ വരുന്നതാക്കണം. ഈ കാണുന്നതാണ് സ്ഥലം. ഒരു 14 ഏക്കർ റബ്ബർ തോട്ടം, അതിനകത്ത് ഏകദേശം 2,500 റബ്ബർ മരങ്ങളുടെ ഒരു തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തുകൊണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് കാര്യം പറയാനുള്ളത് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓണറുടെ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം 14 ഏക്കർ സ്ഥലമാണ്. ഇതാക്കണേ, ഈ കാണുന്നതാണ് പ്ലോട്ട്. കുറച്ച് ചെരിവുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഓണർ വില കുറച്ച് കൊടുക്കുന്നത്. അതിൻ്റെതായുള്ള രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ഓണർ ചോദിക്കുന്നുള്ളൂ. അതെ, പിന്നെ ഇതാക്കണ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളെല്ലാം നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കുറഞ്ഞ വിലയാണ് ഓണർ ചോദിക്കുന്നുള്ളൂ. ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ട വെള്ളത്തിന്റെ സൗകര്യമാണ്. 365 ദിവസം ഇതാകണം നമ്മളെ പറമ്പിന്റെ സൈഡിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് തോട് നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ തന്നെ ഉണ്ട് അല്ലേ. അതായത് ഈ ഒരു സൈഡ് നമുക്ക് അതിര് ഫുള്ള് തോടാണ് അതിര് വരുന്നത്. അതേപോലെ നമുക്ക് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ല. എന്ത് കൃഷി വേണമെങ്കിലും നടത്താനുള്ള അത്രയും വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് മെയ് മാസത്തിലാണ് ഷൂട്ട് ചെയ്യണത്. ഇപ്പോഴും കണ്ടില്ല നിങ്ങൾ, വെള്ളം ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ അതാണ് വെള്ളം കൊണ്ടുപോകണം, അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ സ്ഥലം പറഞ്ഞ റോഡിന്റെ മേലേക്കാണ് ഫുള്ള് വരുന്നത്. മൊത്തം 14 ഏക്കർ. അതിന്റെ കുറച്ച് ബാലൻസ് ഭാഗം ഇങ്ങോട്ട് റോഡിന്റെ താഴെ ഭാഗത്തേക്ക് കൊണ്ടുപോട്ടെ. ഇവിടെ നമുക്ക് അതിര് തോടന്നെയാണ് വരുന്നത്. അവിടെ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. അവിടം വരെയാണ് ഇതിന്റെ അതിര്, അവിടം വരെയാണ് വരുന്നത്. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തിന് മൊത്തം 14 ഏക്കർ സ്ഥലമാണ്. അതിന് 11 ഏക്കറിനാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി പേപ്പർ ഇല്ലാത്ത സ്ഥലമാണ് അല്ലേ. അതെ. അപ്പൊ മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തമായിട്ടാണ് നമ്മൾ മൊത്തം 14 ഏക്കർ സ്ഥലം അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം എവിടെയാന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ജയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ടിൽ കേട്ടോ. നമുക്ക് ഈ റോഡ് വരുന്ന കാർത്തികപുരത്ത് നിന്ന് വരുന്ന റോഡാണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് ഉദയഗിരിയാണ്. അതുപോലെ താലൂക്ക് വരുന്നത് തളിപ്പറമ്പാണ് കേട്ടോ. നമുക്ക് തളിപ്പറമ്പ് ഏകദേശം ഒരു 38 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള. ആലക്കോർന്നൊക്കെ വരാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ. അതുപോലെ കണ്ണൂരിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ആ ഒരു സൈഡിൽ കൂടെ ടാറിംഗ് റോഡ് വരുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറമ്പിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി കിടിലം പ്ലോട്ട് തന്നെയാണ് അല്ലേ. ഒരു ഫാം തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ റിസോർട്ട്, ഹോം സ്റ്റേ, ഹട്ടുകളൊക്കെ തുടങ്ങണമെങ്കിലോ ഒക്കെ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. നല്ല വ്യൂ കിട്ടുന്ന സൈലന്റ് ആയിട്ടൊരു ഏരിയ ആണ്. പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അല്ലേ. അതെ, ഈ സൈഡിലും നമുക്ക് ടാറിംഗ് റോഡ് ഏകദേശം കുറച്ചവിടെ മേലെ വരെ ടാറിംഗ് റോഡ് ഉള്ളതാണ്. ഇതിന്റെ അടുത്ത് തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കട്ടോ. നമുക്ക് ഇവിടം വരെയാണ് ഫ്രണ്ടേജ്. അത്യാവശ്യം നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് നമ്മളെ പ്ലോട്ടിന് കേട്ടോ. പിന്നെ ആ ഒരു വീടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ താഴത്തെ അതിര് പറഞ്ഞത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഈ ഒരു സൈഡിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫുള്ള് വാഴക്കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ തോട്ടത്തിൽ ഏകദേശം 2,500 റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ. 105 414 ഇനത്തിൽ പെട്ടിട്ടുള്ള 11ാം വർഷമായിട്ടുള്ള റബ്ബറുകളാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിനകത്തുള്ളത്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ നല്ല മണ്ണുള്ള സ്ഥലമാണ്. നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാകണേ, ഈ ഒരു സൈഡിൽ ഫുള്ള് വാഴക്കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കൃഷിക്കൊക്കെ പറ്റിയ അനുയോജ്യമായിട്ടുള്ള മണ്ണുള്ള ഏരിയ ആണ് കേട്ടോ. ഉണ്ടല്ലോ നിങ്ങൾ ആ വാഴയൊക്കെ കുലച്ചെടുക്കണുണ്ടോ, നല്ല രീതിക്ക് നോക്കണതാണ്. ഫുള്ള് നനയ്ക്കാനൊക്കെ ആണെങ്കിലും സ്പ്രിംഗ്ലറും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കിടക്കണതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോയിട്ടൊന്ന് കാണാം കേട്ടോ. നിലവിൽ ഓഫ് റോഡ് ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെയാണ് പ്ലോട്ടിനകത്തോട്ട് കയറുള്ളൂ. പിന്നെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. റോഡ് വെട്ടണം, കാടൊക്കെ വെട്ടിത്തെളിച്ച് ഒന്ന് ലെവലാക്കി എടുക്കേണ്ടി വരും കേട്ടോ. ഒന്നുകൂടി സെറ്റാക്കിയിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടി കയറാനൊക്കെ പാകത്തിനാവും കേട്ടോ. അതായത് കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ചെറിയ വിലക്കാണ് ഓണർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങളെ ചങ്കുകൾ ആരെങ്കിലും ഇതേപോലെ കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങൾ
അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ചെരിവുണ്ട്, റോഡ് ലെവലാക്കേണ്ടി വരും. ഇതാണ് ഇതേപോലത്തെ റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ പ്ലോട്ടിനകത്തുള്ളത്. ഇതുവരെ ടാപ്പിംഗ് ആക്കാത്ത മരങ്ങളാണ് കേട്ടോ. 105ഉം 414 414 മിക്സഡാണ്. 11ാം വർഷം പ്രായമായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എനിക്ക് പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ റബ്ബർ വേണ്ടാച്ചെങ്കിൽ മറ്റേ കൊക്കോയോ പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ്, കൊക്കോ, ജാതി, കുരുമുളക്, കവുങ്ങോ അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് കൃഷികൾ അതിനൊക്കെ പറ്റും. പറമ്പിൻ്റെ മേലെ വരെ നമുക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ഉള്ള അടിപൊളി പ്ലോട്ട് തന്നെയാണ്. വ്യൂ ഉണ്ട് അല്ലേ? വ്യൂ ഉണ്ട്. അതിപ്പോൾ ഈ മരങ്ങളൊക്കെ പച്ചപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് കിട്ടാത്തത് കേട്ടോ, കിട്ടാത്തത്. റിസോർട്ട്, ഹോം സ്റ്റേ, ഹട്ടുകൾ ഇതിനൊക്കെ പറ്റും. ഇതിലേറെ മേലെ അങ്ങ് മലക്കുണ്ടോ? പിന്നെ കൃഷിയല്ലേ? കൃഷിയൊക്കെ ചെയ്തേക്കുന്നത് അങ്ങ് മേലെ വാഴ കൃഷി ഉണ്ട്, തെങ്ങും തോട്ടം ഉണ്ട്, ഒക്കെ കാണാൻ നമുക്ക് ഇവിടെ നിന്നാൽ കേട്ടോ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഹട്ടുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും അല്ലേ? അതെ. വണ്ടികളൊക്കെ ഇങ്ങനെ വണ്ടികൾ നമുക്ക് 4 വീല് ജീപ്പ് വേണം. ഇവിടുന്നൊക്കെ മരമൊക്കെ ഇറക്കി പോയതാണ്. മേലെ വരെ വഴിയുണ്ട്. പിന്നെ തെങ്ങ് ഒരു 4-5ഓളം തെങ്ങുണ്ട് അല്ലേ? അതെ. വെള്ളം കൊണ്ടുപോകുന്നുണ്ടല്ലേ മേലെന്ന്? മേലെന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. നമ്മൾ ഈ റബ്ബർ വെച്ചിട്ട് ഏകദേശം ഒരു 11 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ. കത്തി ഇതുവരെ വെച്ചിട്ടില്ല, ടാപ്പിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് നടക്കാൻ, കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. ഓണറിന് വില ചോദിക്കുന്നത് സെൻറ്റിന് വെറും 10,000 രൂപയാണ് ചോദിക്കുന്നത്. മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ഏക്കർ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ഒരു 8,000 രൂപ വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ മൊത്തം 11 ഏക്കറിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് 10,000 രൂപ വെച്ചിട്ടും, അതുപോലെ തന്നെ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് 8,000 രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പറിൽ തന്നെ ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ താഴെ കാണുന്നതാണ് ഓണറുടെ നമ്പർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന നിങ്ങളെ ചങ്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെരിവുള്ള സ്ഥലമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക അല്ലേ? അതെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.